വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ ആദ്യ 9 അധ്യായങ്ങൾ ജ്ഞാനത്തിൻ്റെ ആമുഖവും അടിസ്ഥാന ഉപദേശങ്ങളും ഒരു പിതാവ് മകനോട് നൽകുന്ന ഉപദേശ രൂപത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. ജ്ഞാനത്തെ സ്ത്രീരൂപത്തിൽ ചിത്രീകരിച്ച് അതിൻ്റെ മൂല്യവും മൂഢത്വത്തിൻ്റെ അപകടങ്ങളും വിവരിക്കുന്നു. 1-ാം അധ്യായത്തിൽ ജ്ഞാനം, അച്ചടക്കം, നീതി, ന്യായം എന്നിവ പഠിപ്പിക്കുന്നു. കവർച്ച, അക്രമം തുടങ്ങിയ പാപികളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക എന്ന മുന്നറിയിപ്പ് നൽകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. സുഭാഷിതം 1-ാം അധ്യായം 7-ാം തിരുവചനം. ജ്ഞാനത്തിൻ്റെ പ്രയോജനങ്ങളാണ് 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ജ്ഞാനം തിരയുന്നവന് ദൈവിക സംരക്ഷണം, വിവേചന ശക്തി, നീതിയുടെ പാത എന്നിവ ലഭിക്കുമെന്ന് ഉറപ്പു തരുന്നു. ദുഷ്ടന്മാരിൽ നിന്നും വ്യഭിചാരിണിയിൽ നിന്നും രക്ഷ നേടാൻ ഇവിടെ ആഹ്വാനം നൽകുന്നു. വിശ്വാസവും ദയയും ധരിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദീർഘായുസ്സും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് 3-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഇതുമൂലം ആരോഗ്യം, സമ്പത്ത്, സമാധാനം എന്നിവ ഉണ്ടാകുമെന്ന ഉറപ്പ് തരുന്നതോടൊപ്പം ശിക്ഷണം സ്നേഹത്തിൻ്റെ അടയാളമാണെന്നും വിശദീകരിക്കുന്നു. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. 4-ാം അധ്യായത്തിൽ പിതാവിൻ്റെ ഉപദേശം പിന്തുടരുക, ജ്ഞാനത്തെ പ്രധാനമായി കാണുക, ഹൃദയം, വായ്, കണ്ണ്, കാൽ എന്നിവ സൂക്ഷിക്കുക, ദുഷ്ടപാത ഒഴിവാക്കുക എന്നീ മുന്നറിയിപ്പുകൾ നൽകുന്നു. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 23-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.